ഈ പുതിയ കാലത്തെ ഇവന്റുകൾ, ഈ ഇത്തരത്തിലുള്ള കലാമേളകൾ, അതിലേക്ക് പ്രധാനപ്പെട്ട കാഴ്ച എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ ഫോണും പിടിച്ചു എന്തോരം ഫോട്ടോകളാ എടുക്കുന്നതെന്ന് കരുതിട്ടാ. സേഫൊക്കെ എടുത്ത ഫോട്ടോയ്ക്ക് ഒരു കൈയും കണക്കില്ല, ഫോട്ടോ നടന്നെടുക്കുന്നുണ്ട് ആളുകൾ. അപ്പൊ എല്ലാരും ജിൽസിയും എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഓരോരോ കാരണങ്ങളാണ്. കാരണം അവരുടെ പേഴ്സണൽ പ്രൊഫൈലിൽ ഇത് അപ്ലോഡ് ചെയ്ത് കുറച്ച് ലൈക്സ് ഒക്കെ മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ നമ്മൾ 2 പിള്ളേര് പ്രൊഫഷണൽ ക്യാമറയുമായി ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കണ്ടു കേട്ടോ. 2 കുട്ടികളല്ലേ. അപ്പൊ അവര് വെറുതെ എടുക്കുന്നതല്ല കേട്ടോ, അവരത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ പുറത്ത് എടുക്കുന്നതാണ്. കാരണം അവരാണ്, ആ 2 പിള്ളേരാണ് ഈ വിഷ്വൽസ് ഒക്കെ ഒപ്പിയെടുത്തുകൊണ്ട് ഈ അവരുടെ കലോത്സവത്തിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക്. വൈഗ നൈൽസ് കലോത്സവത്തിൽ മത്സരാർത്ഥികളെ പോലെ തന്നെ താരങ്ങളാണ് ഇരുവരും. മറ്റു കുട്ടികൾ മത്സരങ്ങൾ കാണാനായി പോകുമ്പോൾ ഇവർ ഒരു വേദിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓട്ടമാണ്. കയ്യിലുള്ള പഴയ ക്യാമറയിൽ എടുത്തു തീർക്കാൻ ഒത്തിരി നിമിഷങ്ങൾ ബാക്കിയുണ്ട്. ഞങ്ങൾ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്ലബിലുള്ളവരാണ്. അപ്പോൾ ഇത് സ്കൂളിൻ്റെ ഒരു IT പരമായിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ ഇതിന് തന്നിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് കലോത്സവത്തിന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് സന്തോഷമുള്ള മുഖങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ മനസ്സു നിറയുമെന്നാണ് ഇരുവരും പറയുന്നത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസുകൾ കിട്ടും. പിന്നെ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷവും കാണാൻ ഒരു സുഖമല്ലേ. ഭംഗിയുള്ള ചിത്രങ്ങൾ തരം തിരിച്ച് സ്കൂൾ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനാണ് ഓട്ടം. തൃശൂർ ഹോളി ഫാമിലി സ്കൂളിലെ ഈ 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കുഞ്ഞിക്കൈകളിൽ കുട്ടി ക്യാമറ ഭദ്രം. കലോത്സവ നഗരിയിൽ നിന്ന് ഷബീർ കലിനൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1. യെസ്, അപ്പോൾ നമ്മളൊക്കെ കാര്യമില്ലാതെ പടം എടുത്ത് നടപ്പാണ്. ഈ 2 പേർ ഒരു പ്രത്യേക ഉദ്ദേശത്തിലാണ്. സേഫ് എടുക്കുന്ന പടമൊക്കെ വേസ്റ്റ് ആയി പോകുന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന പടം അങ്ങനെയല്ല എന്നുള്ളതാണ്. അതാണ്. അപ്പൊ അവരുടെ പണി അവർ ഗംഭീരമായി തുടരട്ടെ, നല്ല കാഴ്ചകൾ അവർക്ക് ലഭിക്കട്ടെ. എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും.